ഇന്നാ നമുക്ക് അമ്മ ബാഗും കൊടൊക്കെ വാങ്ങി തരുമല്ലേ? അറിയില്ലടി, അമ്മയുടെ കയ്യിൽ കാശുണ്ടോന്ന് എനിക്ക് അറിയില്ല. വാങ്ങി തരുമായിരിക്കും. അമ്മേ, അമ്മേ, എന്താ നീ ഇത്? എന്തിനാ എന്നെ ഇങ്ങനെ വിളിക്കുന്നത്? അതമ്മേ, സ്കൂള് തുറക്കല്ലേ, ഞങ്ങൾക്ക് ബാഗും കൊട ഒന്നും വാങ്ങിച്ചിട്ടില്ല. ഇന്ന് നമുക്ക് വാങ്ങിക്കാൻ പോയാലോ? ഇന്നോ? ഇന്ന് എൻ്റെ കയ്യിൽ പൈസ ഇല്ലേ മോളെ. എന്തായാലും ഞാൻ പണിക്ക് പോയെടുത്തൊന്ന് വാങ്ങിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ആ ചേച്ചി തരുമോന്ന് അറിയില്ല. അത് ടീനുവിന്റെ മമ്മിയല്ലേ, അവര് തരില്ല, അവര് സമ്മതിക്കില്ല. അമ്മ ഇനി അങ്ങോട്ട് പണിക്ക് പോവണ്ട. പോവാതെ പിന്നെ പട്ടിണി എടുക്കാൻ പറ്റുമോ? എന്തായാലും ഞാനൊന്ന് പോയി ചോദിച്ചു നോക്കാം. അവളെ മമ്മി തരത്തില്ല അമ്മേ. അവളെ മമ്മിക്ക് ഒന്നാമത് നമ്മളേനെ അവിടെ ചേർത്തിയത് ഒന്നും ഇഷ്ടമല്ല. ടീനുവിന്റെ സ്കൂളിലും ടീനുവിന്റെ ക്ലാസ്സിലും തന്നെ ഞങ്ങളായില്ലേ, അത് ഇഷ്ടമല്ല അമ്മേ. അതൊന്നും മക്കൾ കാര്യാക്കണ്ട, മക്കൾ നന്നായിട്ട് പഠിച്ചാൽ മതി. എന്തായാലും ഞാൻ പോയിട്ട് വരാം. ഇവിടെ വഴക്കൊന്നും കൂടാതെ ഇരിക്കണം കേട്ടോ. അമ്മ പോയിട്ട് നമുക്ക് വൈകുന്നേരം പോയിട്ട് വാങ്ങിക്കാട്ടോ. അമ്മ ഇന്നും ബാഗും കൊടൊക്കെ വാങ്ങിക്കായിരിക്കില്ലേ? അവര് പൈസ കൊടുക്കുക എന്തോ. ഇല്ലെങ്കിൽ വേണ്ടടി, നമുക്ക് കഴിഞ്ഞ കൊല്ലത്തെ ബാഗ് തന്നെ ഉപയോഗിക്കാം. ഇവിടെ ആരും ഇല്ലേ? ആ നിഷേധ എവിടെയാണാവോ? ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല. ഒരു ദിവസം പണിക്ക് വന്നാൽ 4 ദിവസം വരത്തില്ല. ചേച്ചി എന്നെയാണോ പറഞ്ഞോണ്ടിരുന്നത്? ആഹാ, ഇന്നെങ്കിലും ഒന്ന് വന്നോ? ഇത് എത്ര ദിവസമായി നീ പോയിട്ട്? ഒരു ദിവസം വന്നാൽ പിന്നെ 4 ദിവസം നീ വരത്തില്ല. അപ്പൊ പിന്നെ ഇവിടെയുള്ള പണിയൊക്കെ ആര് ചെയ്യും? അത് പിന്നെ എനിക്ക് തീരെ വയ്യായിരുന്നു, അതാ ഞാൻ വരാതിരുന്നത്. ആ എന്തായാലും ഇന്ന് നീ വന്നല്ലോ. എന്തായാലും ഈ അടുക്കളൊക്കെ ഒന്ന് നീറ്റ് ആക്കിയിട്. എനിക്കൊരു ഗ്ലാസ് ചൂട് കോഫി വേണം. ഓക്കെ, പെട്ടെന്ന് ആയിക്കോട്ടെ കേട്ടോ. ശരി ചേച്ചി. ചേച്ചി, കോഫി ടേബിളിൽ വെച്ചിട്ടുണ്ട്. ആ ഓക്കെ, ഞാനിത് അങ്ങോട്ട് വരിക. മമ്മി മമ്മി. ആ എന്താ മോളൂ? ആ ലാപ്പ് വർക്ക് ചെയ്യുന്നില്ല മമ്മി. എന്താണ് വർക്ക് ചെയ്യാത്തത്? കുറെ നേരമായി ഞാൻ അതിലിരുന്ന് പാട്ട് കേൾക്കാൻ നോക്കുന്നു, അതാണെങ്കിൽ വർക്ക് ചെയ്യുന്നേ ഇല്ല. ആ നീ അവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കേട്ടോ, ഞാനിപ്പോ വരാം. ചേച്ചി, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? അത് പിന്നെ പിള്ളേർക്ക് സ്കൂള് തുറക്കല്ലേ, അപ്പൊ ബാഗും പുസ്തകങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കണമായിരുന്നു. അതിനെന്താ, നീ ബാഗും കൊടയും പുസ്തകവും എല്ലാം വാങ്ങിച്ചോ? ഞാൻ വാങ്ങിക്കേണ്ടത് പറഞ്ഞോ? ചേച്ചി, എന്റെ കയ്യിൽ കാശൊന്നും ഇല്ല. അദ്ദേഹത്തിനാണെങ്കിൽ പണി ഉണ്ടായിട്ട് കുറെ ദിവസമായി. ചേച്ചി എന്തെങ്കിലും ഒന്ന് തന്നിട്ട് സഹായിക്കണം. ഞാൻ സഹായിക്കാനോ? നീ വരുന്നത് തന്നെ മാസത്തിൽ 2-3 തവണ. അതിന് ഞാൻ നിനക്ക് എങ്ങനെ പൈസ തരാനാ? വാങ്ങിച്ച് കുറെ ആയല്ലോ. എന്തെങ്കിലും തിരിച്ചു തന്നിട്ടുണ്ടോ? എപ്പോഴത് കാശ് വന്ന് വാങ്ങിച്ചുകൊണ്ടോ, എന്നാൽ അതിനനുസരിച്ച് പണി എടുക്കൂല. പണിയാണെങ്കിൽ തീരെ വൃത്തിയില്ല. എന്നിട്ട് ഞാൻ നിനക്ക് പൈസ തരണം അല്ലേ? ഞാൻ ഇവിടുന്ന് പണിയെടുത്തിട്ട് എങ്ങനെയെങ്കിലൊക്കെ അത് വീട്ടിക്കോളാം ചേച്ചി. മക്കൾക്ക് സ്കൂള് തുറക്കല്ലേ, മക്കള് വീട്ടിലെത്തുമ്പത്തിനും എവിടെ അമ്മേ ബാഗ് എടുക്കാൻ പോവാന്ന് ചോദിക്കാൻ തുടങ്ങി. ഞാൻ എന്താ അവരോട് പറയാ? എന്റെ ആകെ ഒരു പ്രതീക്ഷ ചേച്ചിയായിരുന്നു. ചേച്ചിയും കൂടി ഇങ്ങനെ പറഞ്ഞാ ഞാൻ എന്ത് ചെയ്യും? നീ എനിക്ക് ഇതൊക്കെ തിരിച്ചു തരുമോ? മമ്മി മമ്മി, എന്താ മോളൂ? മമ്മി, അവർക്ക് കാശൊന്നും കൊടുക്കണ്ട. അവർക്ക് കഴിഞ്ഞ ബാഗില്ലേ, അതിട്ടോണ്ട് സ്കൂളിൽ വന്നാ മതി. പുതിയ ബാഗൊക്കെ ഇട്ടിട്ട് അത് എന്താകാനാ? മോള് പറഞ്ഞത് കേട്ടല്ലോ, ഞാൻ തരത്തില്ല. എന്റെ കയ്യിലാണെങ്കിൽ ഒന്നാമത് കാശില്ലേനും. ചേച്ചി അങ്ങനെ പറയല്ലേ, ഞാൻ എവിടുന്നെങ്കിലും തരാം ചേച്ചിക്ക്. എന്നെ ഇപ്പൊ സഹായിച്ചേ പറ്റൂ. കൂടുതൽ ഇവിടെ വന്ന് പ്രസംഗിക്കാൻ നിൽക്കണ്ട. നീ നിന്റെ ജോലി എടുത്തിട്ട് മര്യാദക്ക് പോവാൻ നോക്കിക്കോ. എന്റെ കയ്യിൽ ഒരൊറ്റ പൈസ ഇല്ല, ഞാൻ അത് തരൂല്ല. എന്റെ ഈശ്വര, എന്റെ മക്കളിപ്പം നോക്കിയിരിക്കാവല്ലോ. ഞാൻ ഇനി എന്താ ചെയ്യാ? എനിക്ക് എവിടുന്നും പൈസ കിട്ടിയില്ലല്ലോ. അമ്മ വരുന്നുണ്ട്, നമുക്കിന്ന് ബാഗ് എടുക്കാൻ പോവാ. അമ്മേ, ബാഗ് എടുക്കാൻ പോവാ, ഞങ്ങൾ പുറപ്പെടട്ടെ? അത് പിന്നെ മോളെ, നമുക്ക് നാളെ പോയി എടുത്താലോ? നാളൊന്നും പറ്റില്ല, ഇന്ന് തന്നെ പോണം. എല്ലാരും ബാഗ് എടുത്തു, ഞങ്ങൾ മാത്രം ബാഗ് എടുത്തിട്ടില്ല. ഞാൻ പറയണമെന്ന് കേക്ക് മോളെ. അമ്മ ഒന്നും പറയണ്ട. എത്ര ദിവസമായി ബാഗ് വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട്? ഇന്നെങ്കിലും ഒന്ന് ബാഗ് വാങ്ങിക്കാൻ പോവോ? അമ്മേ, അമ്മയുടെ മുഖം താകെ സങ്കടപ്പെട്ടിരിക്കുന്നത് എന്താ ഉണ്ടായത്? പറമ്മേ. ഞാൻ അവരോട് പൈസ ചോദിച്ചതാ. എൻ്റെ മക്കൾക്ക് ബാഗും കൊടയും പുസ്തകങ്ങളും ഒക്കെ വാങ്ങിക്കണമെന്ന് വിചാരിച്ചതാ. പക്ഷെ അവരെന്നെ സഹായിച്ചില്ല. ഒരു പൈസ പോലും തരത്തില്ലെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സങ്കടമായി. എൻ്റെ കുട്ടികൾക്ക് ഒന്നുമില്ലല്ലോ എന്ന് ഓർത്തിട്ട്. അയ്യേ, എന്റെ അമ്മ കരയാണോ? എന്റെ അമ്മ കരയല്ലേ? ഞങ്ങൾക്ക് ബാഗൊന്നും വേണ്ട. അമ്മ കരച്ചിൽ നിർത്തമ്മേ, ഞങ്ങളെ കൂടി വിഷമിപ്പിക്കല്ലേ. ഞാനിനി എന്താ ചെയ്യ മക്കളെ? മക്കൾക്ക് സ്കൂൾ തുറക്കുമ്പോ ബാഗിന് എന്ത് ചെയ്യും? അത് സാരില്ല
അമ്മേ, ഞങ്ങൾ കഴിഞ്ഞ ബാഗേറ്റ് പൊക്കോണ്ട് അതൊന്നും കുഴപ്പമില്ല. അമ്മ ഇനി ഒരു കാര്യം ചെയ്യ്, അവരുടെ വീട്ടിലേക്ക് ഇനി പണിക്കൊന്നും പോകണ്ട. അമ്മ വേറെ എന്തെങ്കിലും ജോലി നോക്കിയാൽ മതി. അമ്മ ഇനി ഈ പണിക്ക് പോകണ്ട. ആ ടീന് നിങ്ങളെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ടല്ലേ ക്ലാസ്സിൽ? അതൊന്നും കാര്യക്കണ്ട. അവൾക്ക് പൈസ ഉള്ളതിന്റെ അഹങ്കാരമാണ് അവൾ ക്ലാസ്സിൽ കാണിക്കുന്നത്. അതൊന്നും ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല. അമ്മ എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ നോക്കാം, മക്കൾക്ക് ബാഗ് വാങ്ങിക്കാം കേട്ടോ. വേണ്ട അമ്മേ, ഞങ്ങൾ കഴിഞ്ഞ ബാഗ് എടുത്തോണ്ടെന്ന് പറഞ്ഞില്ലേ, പിന്നെന്താ? വാനിതു, നമുക്കതൊക്കെ കഴുകി വെക്കാം. ശരിയടാ. എൻ്റെ ഈശ്വരാ, ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും കാണേണ്ടി വരില്ലായിരുന്നു. നീതു, നീതു. ഓ, ഞാൻ ഇവിടെ ഉണ്ടെടി. അത് ശരി, നീ ഇവിടെ വന്ന് നിൽക്കായിരുന്നോ? ഞാൻ അങ്ങോട്ട് നോക്കി വിളിക്കന്നെ. എന്താ നിന്റെ മുഖത്ത് ഭയങ്കര സന്തോഷത്തിലാണെന്ന്? എന്തിനാ ഇങ്ങനെ നീ ചിരിക്കുന്നത്? അതാ ഇന്നട്ടല്ലോ അമ്മ പറഞ്ഞു നമുക്ക് സ്കൂൾ ബാഗും പുസ്തകങ്ങളും കൊടയും ഒക്കെ എടുക്കാൻ പോവാന്ന്. കുറെ ദിവസമായി അമ്മോട് പറയുന്നു. അമ്മ ഇന്ന് പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വരുന്നുണ്ടോ? ഇല്ലടി, ഞങ്ങൾ വരുന്നില്ല. വാടി, നമുക്ക് ഒരുമിച്ച് പോയിട്ട് എടുക്കാം. ഇല്ലടി, നീ പോയിട്ട് എടുക്ക്. നിങ്ങൾ എടുത്തോ പോയിട്ട്. എന്ത് പറ്റി? നീ വരാന്ന് പറഞ്ഞതല്ലേ, നമുക്ക് ഒരുമിച്ച് പോവാന്ന് പറഞ്ഞതല്ലേ നീ? അത് പിന്നെ അത് നമ്മുടെ കയ്യിൽ കാശില്ലടി. അമ്മ പണിക്ക് പോണോടത്തുനിന്നൊക്കെ ചോദിച്ചു നോക്കി, അവരൊന്നും കൊടുത്തില്ല. ആര്? ആ ടീനുന്റെ മമ്മിയാവൂലേ? അല്ലെങ്കിൽ അവരങ്ങനെ തന്നെയാ. എന്തിനു നിന്റെ അമ്മ അങ്ങോട്ടൊക്കെ ജോലിക്ക് പോണേ? അവിടെ പോണ്ടെന്ന് പറ. ഓ, അവളുടെ അഹങ്കാരം കാണണ്ട. അമ്മോട് പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങോട്ട് പോണ്ടെന്ന്. എന്നാലും അമ്മ അങ്ങോട്ട് തന്നെ പോവും. ഇനിയിപ്പോ എന്താ ചെയ്യാ ബാഗ് എടുക്കാന്? അറിയത്തില്ലടേ. ഞങ്ങൾ പഴയ ബാഗ് എടുത്തോണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പഴയ ബാഗ് എല്ലാം കഴുകിയിട്ടിട്ടുണ്ട്. ശരി എന്നാ, ഞാൻ പോയിട്ട് വരാം. നിനക്ക് എന്തെങ്കിലും വാങ്ങിക്കണോടി? പെൻസിലോ അങ്ങനെ എന്തെങ്കിലും? വേണ്ടടി, ഒന്നും വേണ്ട. അമ്മ എങ്ങനെയെങ്കിലൊക്കെ വാങ്ങിച്ചോളൂ. ശരിടി, ഞാൻ പോയിട്ട് വരാം. നീ എവിടെ പോയിരിക്കുന്നു? എത്ര നേരമായി നിന്നെ അമ്മ വിളിക്കുന്നു? ഞാൻ നീതുനോട് വരുന്നുണ്ടെന്ന് ചോദിക്കാൻ പോയതാ. എന്നിട്ട് അവള് വരുന്നുണ്ടാ? ഇല്ലടി, അവൾ അമ്മയുടെ കയ്യിൽ കാശില്ലെന്ന് പറഞ്ഞു. ചെല്ല്, നിന്നെ അമ്മ വിളിക്കുന്നുണ്ട്. അമ്മനെ വിളിച്ചോ? ഞാനമ്മ നീതുവിന്റെ അടുത്തേക്ക് പോയിരിക്കായിരുന്നു. അവളോട് ബാഗും കൊടയും എടുക്കാൻ വരുന്നുണ്ടെന്ന് ചോദിക്കാൻ പോയതാ. എന്നിട്ടെന്താ, അവളമ്മ വരുന്നുണ്ടോ? ഇല്ലമ്മേ, അവൾ അമ്മയുടെ കയ്യിൽ കാശില്ലെന്ന് പറഞ്ഞു. ടീനുന്റെ വീട്ടിൽ പോയി ചോദിച്ചു, അവര് കൊടുത്തില്ല. അയ്യോ, അതെന്ത് പറ്റി? അവര് പഴയ ബാഗ് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്, അത് മതിയെന്ന് പറഞ്ഞു. അമ്മേ അമ്മേ, നമുക്കൊരു കാര്യം ചെയ്താലോ? നീതുനെങ്കിലും നമുക്ക് ബാഗ് എടുത്തു കൊടുത്താലോ? ബാഗോ? രണ്ടുപേർക്കോ? എന്താ അമ്മേ, ഞങ്ങൾക്ക് ഇത്തിരി വില കുറഞ്ഞത് മതി. എന്നിട്ട് അവർക്ക് എടുക്കാം. എന്താ അമ്മ, പ്ലീസ് അമ്മേ, പാവണ്ട്. നീതുവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ എനിക്ക് സങ്കടമായി അമ്മ, നീതു അങ്ങനൊക്കെ പറഞ്ഞപ്പോ. ഞാനിപ്പോ എന്താ ചെയ്യാ? അച്ഛനാണെങ്കിൽ അത് കുറച്ച് പൈസ തന്നിട്ടുള്ളൂ നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ളത്. ഇപ്പൊ അച്ഛനോട് ചോദിക്കണ്ടേ? സാരില്ലമ്മേ, ഞാൻ കഴിഞ്ഞല്ലേ ഉണ്ടികയിൽ കാശ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതില് പൈസ ആയിട്ടുണ്ടാവും. അത് നമുക്ക് പൊട്ടിച്ചാലോ? എന്നിട്ട് നീതുവിന്റെ നികില് നമുക്ക് ബാഗ് എടുത്തു കൊടുക്കാം. അത് വേണോ? വേണമ്മേ, അവർക്ക് എടുത്തു കൊടുക്കാമ്മേ, പ്ലീസ് അമ്മേ. നീ എന്തേലും ചെയ്യ്, നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം. എങ്കിൽ പോയി ഞാൻ ഇതിന് നികിലോൺ ഡ്രസ് മാറിക്കോളാൻ പറയട്ടെ. വേണ്ട വേണ്ട, നമുക്കതേ ഒരു സർപ്രൈസ് ആയിട്ട് കൊടുക്കാം. ശരി അമ്മേ, എന്നാൽ നമുക്ക് അവർക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കാം.